പാകിസ്ഥാന് ഇന്ത്യയോട് ആയുധബലത്തിൽ വിജയിക്കാൻ സാധ്യമല്ല എന്നുറപ്പുള്ളതുകൊണ്ടാണ് ഇപ്പോൾ മാൽവെയർ കെണി ഒരുക്കുന്ന തിരക്കിലാണ് അവർ. പാകിസ്ഥാനുമായി ബന്ധപ്പെട്ട ഗ്രൂപ്പുകളിൽ നിന്നുള്ള സൈബർ ആക്രമണങ്ങൾ രൂക്ഷമാകുന്നതിനാൽ ഇന്ത്യ അതീവ ജാഗ്രതയിലാണ്. നിർണായകമായ ഗവൺമെന്റിന്റെയും സാമ്പത്തിക സംവിധാനങ്ങളെയും ലക്ഷ്യമിട്ടാണ് ഇപ്പോൾ ഇത് നടക്കുന്നത്. പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഇന്ത്യയിലെ വെബ്സൈറ്റുകൾ ലക്ഷ്യമിട്ട് പാക് ഹാക്കിംഗ് ഗ്രൂപ്പുകൾ നടത്തിയത് 15 ലക്ഷത്തിലധികം സൈബർ ആക്രമണങ്ങൾ. എന്നാൽ ഇതിൽ 150 എണ്ണം മാത്രമാണ് വിജയിച്ചതെന്ന് PTI വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു. 99.99% സൈബർ ആക്രമണങ്ങളും പരാജയപ്പെട്ടുവെന്നാണ് അധികൃതർ കണ്ടെത്തിയിട്ടുള്ളത്. പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുള്ള ഡ്രോൺ, മിസൈൽ ആക്രമണങ്ങളെല്ലാം ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ തകർത്തിരുന്നു. ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷങ്ങൾക്കിടയിൽ പാകിസ്ഥാൻ ഹാക്കർമാർ പ്രചരിപ്പിക്കുന്നതായി ആരോപിക്കപ്പെടുന്ന ഡാൻസ് ഓഫ് ദി ഹിലാരി മാൽവെയറിനെ കുറിച്ച് പഞ്ചാബ് പോലീസ് പൗരന്മാർക്ക് ഇപ്പോൾ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. വാട്സ്ആപ്പ്, ഫേസ്ബുക്ക്, ഇമെയിൽ എന്നിവയിലൂടെ ഇന്ത്യൻ ഉപഭോക്താക്കളെ ലക്ഷ്യമിട്ടിട്ടുള്ള ഈ ക്ഷുദ്ര സോഫ്റ്റ്വെയർ ബാങ്കിംഗ് വിശദാംശങ്ങൾ, പാസ്വേഡുകൾ, വ്യക്തിഗത ഡേറ്റ എന്നിവ മോഷ്ടിക്കാൻ ലക്ഷ്യമിടുന്നതാണ്. അജ്ഞാത ലിങ്കുകളിലോ സന്ദേശങ്ങളിലോ ക്ലിക്ക് ചെയ്യരുത് എന്ന് പോലീസ് ആളുകളെ ഇതിനോടകം ഉപദേശിക്കുന്നുണ്ട്. അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യുന്നതോ സംശയാസ്പദമായ ഫയലുകൾ ഡൗൺലോഡ് ചെയ്യുന്നതോ ഒഴിവാക്കാൻ ആളുകൾ ജാഗ്രത പുലർത്തണമെന്ന് പോലീസ് നിർദ്ദേശിക്കുന്നു. വിവരങ്ങൾ സംരക്ഷിക്കുന്നതിനായി സംശയാസ്പദമായ ഫയലുകൾ ഡൗൺലോഡ് ചെയ്യുന്നത് ഒഴിവാക്കണമെന്നാണ് പോലീസ് ജനങ്ങളെ അറിയിച്ചിട്ടുള്ളത്. പാക് ഭീകര താവളങ്ങളിൽ ഇന്ത്യൻ സൈന്യം കനത്ത നാശം വിതച്ചതിന് പിന്നാലെയാണ് പാക് ഗ്രൂപ്പുകളുടെ സൈബർ ആക്രമണങ്ങൾ തുടങ്ങിയത്. എന്നാൽ അതിനും ഒരു കര പിടിക്കാനായില്ല. തൊടുന്നതെല്ലാം പാളിപ്പോകുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം നല്ല വൃത്തിയായി ആകെ ചെയ്യാൻ അറിയുന്ന പണി തീവ്രവാദം മാത്രമാണ്. അതാണെങ്കിൽ നല്ല ഭംഗിയായി ചെയ്യും. ഭീകരർക്കെതിരെ ഇന്ത്യൻ സായുധ സേന നടത്തിയ സൈനിക ഓപ്പറേഷന്റെ ഭാഗമായി തയ്യാറാക്കിയ റിപ്പോർട്ടിൽ മഹാരാഷ്ട്രയിലെ നോഡൽ സൈബർ ഏജൻസി പാകിസ്ഥാൻ ഹാക്കിംഗ് ഗ്രൂപ്പുകൾ നടത്തിയ സൈബർ യുദ്ധം വിശദീകരിച്ചിട്ടുണ്ട്. ഡയറക്ടർ ഓഫ് പോലീസ്, സ്റ്റേറ്റ് ഇന്റലിജൻസ് ഡിപ്പാർട്ട്മെന്റ് എന്നിവയുൾപ്പെടെയുള്ള എല്ലാ പ്രധാന ഏജൻസികൾക്കും റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. ബംഗ്ലാദേശ്, പാകിസ്ഥാൻ, പശ്ചിമേഷ്യൻ രാജ്യങ്ങൾ, ഇന്തോനേഷ്യ എന്നിവിടങ്ങളിൽ നിന്നാണ് സൈബർ ആക്രമണങ്ങളുടെ ഉത്ഭവമെന്ന് മഹാരാഷ്ട്ര സൈബർ അഡീഷണൽ ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് യശസ്വി യാദവ് പറഞ്ഞു. ഇന്ത്യയും പാകിസ്ഥാനും സൈനിക നടപടികൾ നിർത്തിവെക്കാൻ ധാരണയിലെത്തിയ ശേഷം രാജ്യത്തെ സർക്കാർ വെബ്സൈറ്റുകൾ അയൽ രാജ്യങ്ങളിൽ നിന്നും, ബംഗ്ലാദേശിൽ നിന്നും, പശ്ചിമേഷ്യൻ മേഖലയിൽ നിന്നും സൈബർ ആക്രമണങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്ന് അവർ പറയുന്നു. വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിന് ശേഷം ഇന്ത്യയിലെ സർക്കാർ വെബ്സൈറ്റുകൾ ലക്ഷ്യമാക്കിയുള്ള സൈബർ ആക്രമണങ്ങൾ കുറഞ്ഞു. എന്നാൽ പൂർണ്ണമായും നിലച്ചിട്ടില്ല എന്നാണ് അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുള്ളത്. പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, ഇന്തോനേഷ്യ, മൊറോക്കോ, പശ്ചിമേഷ്യൻ രാജ്യങ്ങൾ എന്നിവിടങ്ങളിൽ നിന്നാണ് ആക്രമണങ്ങൾ ഇപ്പോഴും തുടരുന്നത്. മാൽവെയർ ക്യാമ്പയിനുകൾ, ഡിസ്ട്രിബ്യൂട്ടഡ് ഡിനയൽ ഓഫ് സർവീസ് ആക്രമണങ്ങൾ, GPS സ്പൂഫിംഗ് എന്നീ രീതികൾ ഉപയോഗിച്ചായിരുന്നു സൈബർ ആക്രമണം. എന്നാൽ ഇതുകൊണ്ടൊന്നും ഇന്ത്യൻ രഹസ്യ വിവരങ്ങളിലേക്ക് ഒന്ന് എത്തി നോക്കാൻ പോലും പാകിസ്ഥാന് സാധിച്ചില്ല. ഇതിനെ തുടർന്നാണ് പാകിസ്ഥാൻ ഹാക്കർമാർ പ്രചരിപ്പിക്കുന്നതായി ആരോപിക്കപ്പെടുന്ന ഡാൻസ് ഓഫ് ദി ഹിലാരി മാൽവെയറിനെ കുറിച്ച് പഞ്ചാബ് പോലീസ് പൗരന്മാർക്ക് ഇപ്പോൾ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്.